Hi dear students, myself Chandrajit, Assistant Professor, Mechanical Department, Srinaranuru College of Engineering and Technology, Payyanur. In this semester, that is in the third semester, I will be dealing with the paper MCN 201 Sustainable Engineering. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന പേപ്പറാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. ഇത് കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇറ്റ് ഇസ് മോർ ഓർ എ തിയറി പേപ്പർ, so very easy to concentrate also, so study well. ബാക്കി സിലബസ് ഓൾറെഡി സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ടെക്സ്റ്റ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളതും സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ ഗോ ത്രൂ ദ സിലബസ്. ദ ടെക്സ്റ്റ് വിച്ച് യു ഹാവ് ടു റെഫർ ഈസ് already given there. You can refer any text since it is a theoretical paper. I am not compelling you have to refer this particular textbook and all. So that is up to your choice. You can refer any textbook. Okay, and even the concepts are more or less available in the net also. So you can depend upon any of the sources available to you. It is up to you. Okay. Now moving on to the topic. First topic of the subject is what is sustainable engineering. What is that concept? Before going into the topic, we must know what is the basic concept of sustainable engineering. See, in this slide, the sustainable engineering is split into two words. One is sustainable and the other one is engineering. From the dictionary, we can have these definitions for both the words. For the word sustainable, the definition given in the dictionaries are: first one, able to be used without being completely used up or destroyed. അതായത് പൂർണ്ണമായും നശിപ്പിക്കപ്പെടാതെ അത്രത്തോളം നമുക്ക് അതിനെ പ്ലാനിങ്ങോടുകൂടി യൂസ് ചെയ്യാൻ പറ്റും. ആ എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ എന്ന് ഒരു ഡെഫിനേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ നെക്സ്റ്റ് ഡെഫിനേഷൻ ഗിവൺ ഈസ് ഇൻവോൾവിങ് മെത്തേഡ്സ് ദാറ്റ് ഡു നോട്ട് കംപ്ലീറ്റ്ലി യൂസ് അപ്പ് ഓർ ഡിസ്ട്രോയ് നാച്ചുറൽ റിസോഴ്സസ്. Involving methods that do not completely use up or destroy natural resources. So this is the second definition. In this it is giving involving methods that do not completely use up or destroy natural resources. അതായത് നാച്ചുറൽ റിസോഴ്സസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിൽ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തത്തക്ക രീതിയിലുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണോ അതിനെയാണ് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ഡെഫിനിഷൻ ഏബിൾ ടു ലാസ്റ്റ് ഓർ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലം നിലനിൽക്കുന്നതായിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ. ദാറ്റ് ഈസ് ദ കോമൺലി യൂസ്ഡ് വേർഡ് മീനിങ് ഫോർ സസ്റ്റൈനബിൾ. ഓക്കെ, ഏബിൾ ടു ബി ലാസ്റ്റ് ഓർ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലം നിലനിൽക്കുന്നത്. ആ വാക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക, കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. സസ്റ്റൈനബിൾ എന്നുള്ള വേർഡ് മീനിങ് നിങ്ങൾ ഈ ഒരു മീനിങ്ങിലാണ് മൊറോർലെസ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ആക്ച്വലി നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ടു ഡെഫിനിഷൻസ് ആർ ദി ബെറ്റർ ഡെഫിനിഷൻസ്. ഓക്കെ, നൗ എഞ്ചിനീയറിംഗ്, definition of engineering, as you all will be knowing, since you are the engineering students, you will be very much knowing about the definition of engineering. It is the application of science and mathematics to the optimum conversion of the resources of nature to the uses of the mankind. Okay, application of science and mathematics to the optimum conversion of the resources of the nature to the uses of the mankind. അത് പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം, എങ്ങനെ നമുക്കറിയാവുന്ന നമുക്കറിയാവുന്ന സയൻസും മാത്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാം. പല മെഷീനറീസ് നിങ്ങൾക്ക് കാണും അല്ലേ. എന്തിനാണ് മെഷീനറീസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് യൂസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ മാത്രമാണ് നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡയറക്റ്റ് മെഷീനായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. പകരം നമ്മളെന്താണ് ചെയ്യുന്നത്, നമ്മളതിനെ സയൻസും മാത്സും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ വി ആർ അപ്ലൈയിങ് അവർ നോളജ് അല്ലേ. എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിന് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കും. സോ ഇൻ ദ earlier stages, the only concept we have is just to convert the resource into a useful form for the mankind. That was the only concept. അത് മാത്രമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നാച്ചുറൽ ആ സമയത്തൊക്കെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടിലേക്കുള്ള വിറകിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ അന്ന് വെച്ചാൽ പോപ്പുലേഷൻ കുറവായിരുന്നു. അപ്പോൾ എന്താണ്, ഒരുപാട് അവൈലബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ വിറക് തീരുന്നതിനെ പറ്റി നമുക്ക് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്, പോപ്പുലേഷൻ ഹാസ് ഇൻക്രീസ്ഡ് വെരി മച്ച് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് റിസോഴ്സസ് കുറഞ്ഞു വരണം. ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഹാപ്പനിങ്.
സോ ആ ഒരു സിറ്റുവേഷനിലാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിങ്ങിന് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻസ് വരുന്നത്. നൗ വി ആർ ഇൻ ദി എക്സ്ട്രീം സിറ്റുവേഷൻ, ഐ തിങ്ക് സോ. ഓക്കെ, so this is the separate definition for the two words, that is sustainable and engineering. Now in this subject we will be clubbing these two words together to a new term, that is sustainable engineering. So all please think about what is sustainable engineering. Just clubbing these two terms together, you will have a exact idea about sustainable engineering. Okay, so this is the explanation for sustainable engineering or definition of the sustainable engineering. Okay, first one is sustainable engineering is the process of using resources in a way that does not compromise the environment or does not deplete the materials for the future generation. That is very important. That future generation word is very important. Sustainable engineering is the process of using resources in a way that does not compromise the environment or does not deplete the material for the future generation. നമുക്ക് ശേഷം വരേണ്ടവരും ഇവിടെ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് റിസോഴ്സസ് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും മിനിമം എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡെവലപ്മെൻറ്റ്സ് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മിനിമം റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെഫിനേഷൻ. സസ്റ്റൈനബിൾ അത് പ്രകൃതിയിൽ ഒരു കോംപ്രമൈസ് നമ്മൾ തയ്യാറാകാൻ പാടില്ല. അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഓഫ് കോഴ്സ് എന്തായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ. നമ്മളിപ്പം ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ എല്ലാം നാച്ചുറലായിട്ടുള്ള മെറ്റീരിയൽസ് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെൻറ്റി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം പലതും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോസ്റ്റ് കൂടുതലായിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാൻ പറ്റും, എന്താണ്, ഫോസിൽ ഫ്യൂവൽസ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പം ആ ഫോസിൽ ഫ്യൂവലിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്താണ്, വളരെ കുറവാണ്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, മരങ്ങളൊക്കെ ഭൂമിക്കടിയിൽ കിടന്ന് അനൈറോബിക് റിയാക്ഷൻസ് വഴി എത്രയോ കാലങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ അടിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നതാണ് ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം 1000 വർഷം കൂടുമ്പോഴൊക്കെയാണ് അത് ഉണ്ടാകുന്നത്. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വേണം. അപ്പോൾ അവസാനം നമ്മളത് യൂസ് ചെയ്യുന്ന റേറ്റോ, അത് കൺസപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെരി ഹൈ ആണ്. അപ്പോൾ കൺസംപ്ഷൻ റേറ്റ് ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ദ പ്രൊഡക്ഷൻ റേറ്റ്. സോ വാട്ട് ഹാപ്പൻസ്, ദ ഡിപ്ലീഷൻ വിൽ ടേക്ക് പ്ലേസ് അല്ലേ. അപ്പോൾ കുറച്ച് കാലഘട്ടം കഴിയുമ്പോഴേക്കും അത് ഇല്ലാണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഇഫ് യു വാണ്ട് ടു പ്രിസർവ് ദീസ് റിസോഴ്സസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ, വാട്ട് വി ക്യാൻ ഡു ഈസ് ലിമിറ്റ് അവർ ഓൺ യൂസ് ഓർ we have to go for the alternative solution. So in sustainable engineering we are concentrating on that alternative solutions. Okay, so ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാർ എനർജി, വി ക്യാൻ ഹാർവെസ്റ്റ് സോളാർ എനർജി, പ്ലെൻറ്റി അവൈലബിൾ ആണ്, ഒരിക്കലും തീരുന്നില്ല. സോ ഓൾവേസ് വി ക്യാൻ ഗോ ഫോർ ദി സോളാർ എനർജി. ബട്ട് വാട്ട് അബൌട്ട് ദ കോസ്റ്റ് സൈഡ്, എന്തുകൊണ്ടാണ്, അതിന് ടെക്നോളജീസ് ഇപ്പോഴുണ്ട്, പക്ഷേ അതിനാരും തയ്യാറാകത്തിൻ്റെ കാരണം എന്താ, കോസ്റ്റ് തന്നെയാണ്. ഓഫ് കോഴ്സ് കോസ്റ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ബൈ ദിസ് സബ്ജക്റ്റ് വാട്ട് we actually aim is, you are all engineers, so by the end of the, at least by the end of 20 to 30 years you should be able to bring technologies in such a way that the cost of the currently costly equipment should be reduced. Cost of the currently high cost equipment should be reduced. That should be our aim. ഇപ്പോൾ സോളാർ എനർജി ഒക്കെ ചീപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്തായി, ആളുകൾ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോസിൽ ഫ്യൂൽ കൺസംപ്ഷൻ കുറക്കാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഷുഡ് ബി അവർ എയിം. And second definition is, it is a concept born out, sorry, it is not definition, it is a concept born out of the desire of humanity to continue to exist on planet Earth for a very long time, perhaps for an indefinite future. Actually ഈ കൺസെപ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിൽ കുറേ കാലം ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നിന്നാണ്. അത് നമുക്ക് പുറകെ വരുന്നവരെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ്. ഇല്ലായിരുന്നെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ ഇനി ജീവിക്കാൻ പോകുന്ന ഒരു 100 കൊല്ലത്തേക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാത്രം നമ്മൾ കണ്ടാൽ മതി. പക്ഷേ അത് കഴിഞ്ഞ് വരുന്നവർക്ക് ജീവിക്കണമെങ്കിൽ വേണം എന്നുള്ളൊരു കൺസെപ്റ്റിനാണ് ആക്ച്വലി സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇൻ ഡീറ്റെയിൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ച് ദാറ്റ് ദേ യൂസ് എനർജി ആൻഡ് റിസോഴ്സസ് സസ്റ്റൈനബിളി, ദാറ്റ് ഇസ് അറ്റ് എ റേറ്റ് ഡസ് നോട്ട് കോംപ്രമൈസ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഓർ ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദർ ഓൺ നീഡ്സ്. ഓക്കെ, അതാണ് വേറൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ച് ദാറ്റ്, നമ്മളൊരു സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യിക്കുകയാണ്. എങ്ങനെ അതിൻ്റെ വർക്കിംഗ് കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൊണ്ട് എന്തുണ്ടാകാൻ പാടില്ല, പ്രകൃതിക്ക് ഒരു കോട്ടം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ എന്തായിരിക്കണം, നമ്മൾക്ക് ശേഷം വരുന്ന ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സിനെ മാറ്റി വെക്കാനും പറ്റണം. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. ഓക്കെ, another important definition
actually it is definition for sustainability is given by Brundtland Commission report. It's an important commission. നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കുള്ളത് കവർ ചെയ്യും. അപ്പോൾ according to Brundtland Commission report, okay, sustainability can be defined as ability or capacity to meet the needs of the present without compromising the ability of future generation to meet the needs of their own. ഓക്കെ, അതായത് ഇപ്പോഴുള്ളവരുടെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടി വരും. എങ്ങനെ? പ്രകൃതിക്ക് കോട്ടം തട്ടാതെ, അല്ലെങ്കിൽ പ്രകൃതിയിലൊരു കോംപ്രമൈസ് ഇല്ലാണ്ട് ഇപ്പോൾ ജീവിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും വേണം. അതുപോലെ തന്നെ ഭാവിയിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്കും അതുപോലെ നമ്മൾ അതേ അവകാശങ്ങൾ അവർക്കും ഉണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള റിസോഴ്സ് എന്താണോ അത് നമുക്ക് നീക്കി വെക്കാനും പറ്റണം. അല്ലാണ്ട് അവർക്കുള്ളതും കൂടെ നമ്മളിപ്പോൾ എടുത്ത് യൂസ് ചെയ്യരുത്. ഇപ്പോഴുള്ള അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് നമുക്കുള്ളത് മീറ്റ് ചെയ്യാനും പറ്റണം. അതുപോലെ തന്നെ ഭാവിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കാനും പറ്റണം. അതാണ് എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സസ്റ്റൈനബിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ചിന്തിക്കുന്നത് ഈ സസ്റ്റൈനബിലിറ്റി നമ്മൾ എവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യും? എന്ത് സാധനം, ഈവൻ ഒരു ചെറിയ സാധനം ഡിസൈൻ ചെയ്യുമ്പോഴും സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് എന്തിനു വേണം? ഒരു എഞ്ചിനീയറിൻ്റെ മൈൻഡിൽ വേണം. കാരണം എന്നാൽ മാത്രമാണ് അത് ഭാവിയിലുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് നമുക്ക് നീക്കി വെക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ എന്താണെങ്കിലും ആവട്ടെ അതിലൊക്കെ സസ്റ്റൈനബിലിറ്റി അടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആകട്ടെ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആകട്ടെ. ഇപ്പോൾ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? എഞ്ചിനീയേഴ്സാണ് അല്ലേ? അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സസ്റ്റൈനബിലിറ്റി. പണ്ടത്തെ കൺസെപ്റ്റ് എന്താണ്? പണ്ട് നമ്മളെ കൺസെപ്റ്റ് എന്താണ്? ഇതൊക്കെ ലിസ്റ്റിൻ്റെ എന്താണ് അവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് ബാധകമല്ല. ആ രീതിയിലാണ് പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്ത് വേണം? അത് അവരുടെ മാത്രം ഇതല്ല, ഉത്തരവാദിത്തമല്ല. പകരം എന്താണ്? നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു അവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഈ സസ്റ്റൈനബിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആൾക്കാർ ശരിക്കും ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സാണ്. ദാറ്റ് ഈസ് യു. ഓക്കെ, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് റിക്വയർസ് an interdisciplinary approach in all aspects of engineering, and it should not be designated as a sole responsibility of the environmental engineering. See, what I have told earlier is coming here. It is actually an interdisciplinary approach. All the engineering discipline has to think about sustainability. It is not the sole responsibility of the environmental engineers. Okay, so all has to think about the sustainability. All engineering fields should incorporate sustainability into their practice in order to improve the quality of the life for all. If we are all willing to incorporate sustainability in our designs and all, then the life of the future will become beautiful. Okay, the necessity of the environmentally friendly technologies in future will require expertise of the engineers. So you are all the engineers for the future. So from now itself you have to think about the sustainability while thinking about each and every concept. You may design a lot of things in the future. So while designing everything, you have to keep an eye on the environment also. Make sure that there is no depletion of the natural resources, or you have to design everything with the minimum natural resources, minimum consumption of the natural resources. Of course the cost will be high, but still you have to think about such alternative options. Okay, sustainability is based on a simple principle. Everything that we need for our survival and well-being depends either directly or indirectly on our natural environment. Everything that we need for our survival and well-being depends either directly or indirectly on our natural environment. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒന്നിക്കൽ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയായിട്ട് ഡിപ്പെൻഡ് ആണ്. അല്ലാത്തൊരു സാധനം പോലും നമ്മുടെ കയ്യിലില്ല. എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് വേണ്ടതൊക്കെ. So living sustainably is about living within the means of our natural system. So by the word meaning living sustainability is we are living within the environment. പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? കാട്ടിലൊക്കെ ജീവിച്ചിരുന്നവരെന്താണ്? അവർ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടാണ് ജീവിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പം സിറ്റുവേഷൻസ് ഒക്കെ മാറി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് പണ്ട് കാട്ടിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോകണം എന്നല്ല പറയുന്നത്, പക്ഷേ മിനിമം റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ബെറ്ററായിട്ട് ജീവിക്കാൻ പറ്റുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് എൻഷുറിങ് ദാറ്റ് അവർ ലൈഫ് സ്റ്റൈൽ ഡസ് നോട്ട് ഹാം അതർ പീപ്പിൾ. സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഇവിടെ എല്ലാവർക്കും ഈക്വലായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. സോ വി ഹാവ് ടു ensure that. Okay, that is the role of the engineer. Now sustainability, you can see from the picture, sustainability is simply explained here. Sustainability could be defined as an ability or capacity of something to be maintained or sustain itself. It's about taking what we need to live now without
jeopardizing the potential for people in the future to meet their needs. What is meant by jeopardizing? നശിപ്പിക്കുക, അതാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഓക്കെ, സോ ഫ്രം ദ ഫിഗർ സി വാട്ട് എവർ വി നീഡ്, ബേസിക് റിക്വയർമെൻറ്റ് നമ്മൾ എന്തൊക്കെയാണോ ദാറ്റ് വി ഹാവ് ടു ക്രിയേറ്റ് ഫ്രം അവർ സെൽഫ്, ഓർ വി ഹാവ് ടു ഫൈൻഡ് ദ ഓൾട്ടർനേറ്റീവ്സ്. അതാണ് ആ പിക്ചർ സൂചിപ്പിക്കുന്നത്. നോക്കിയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരാൾ അവർക്ക് വേണ്ടത് അയാൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള ഓപ്ഷൻസ് കാണുക. അതാണ് എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി. Okay, that's all about for today. We'll continue in the next session. Thank you.